സ്വാതന്ത്ര്യരെ സയന ടാരോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി വായിക്കുന്ന ഒരു ചോദ്യം, താങ്കളുടെ ചോദ്യമാണ് ടാരോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് കറണ്ട് എനർജി. ആദ്യമായിട്ട് എന്തിൽ ഫോക്കസ് ചെയ്യണമെന്നുള്ളത് ഈ കാർഡ് പറയും. രണ്ടാമതായിട്ട് നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണം, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്നും ഈ കാർഡും പറയും. അപ്പോൾ നമുക്ക് ഈ 4 കാർഡുകൾ വെച്ചിട്ട് ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പത്തെ റീഡ് എന്താ നോക്കാം. കറണ്ട് എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 8 ഓഫ് പെൻറ്റഗിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഒരു വ്യക്തി സ്വന്തം കാര്യം നോക്കി ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. അദ്ദേഹം എന്താ പറയുക, മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല, വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ ഇതായിരിക്കാം നിങ്ങളുടെ എനർജി. ഇതാണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല, അത് ബ്ലോക്ക് ആയിരിക്കാം. അതെന്താണെന്ന് പറയുന്നത് അടുത്ത കാർഡുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തിലാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 7 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇമോഷണൽ ബാഗേജിലാണ് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. ഒരുപാട് വൈകാരികമായിട്ടുള്ള ഇമോഷൻസ് മനസ്സിലിങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. അത് റിലീസായേ പറ്റൂ. അത് റിലീസായില്ലെങ്കിൽ വല്ലാത്ത വേദന നമുക്ക് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് റിലീസ് ചെയ്യാനുള്ള വഴി, അത് മെഡിറ്റേഷൻ ആവാം, ഫ്രണ്ട്സിനോട് മിണ്ടുന്നാവാം, അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കുന്നോ സിനിമ കാണുന്നോ, ഏതെങ്കിലും ഒരു വഴിക്ക് അത് റിലീസ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നത്തെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് സ്വന്തം അവബോധവുമായിട്ട് മനസ്സിൻ്റെ ആഴങ്ങളിൽ എന്ത് പറയുന്നു എന്നറിയണം. പക്ഷെ അത് അറിയണമെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റി വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന്, ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് ഇമോഷൻസ് പോകുകയും സ്വന്തം നിങ്ങളുടെ സെൽഫുമായിട്ട് കണക്ട് ചെയ്യണം. അത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും മനസ്സമാധാനം കിട്ടുന്ന കാർഡാണ് ഇത്. എൻലൈറ്റൻഡ് വൺ എന്ന് പറയുന്ന 4 ഓഫ് കപ്സ് ആണ്. ബുദ്ധൻ്റെ ഒരു വേറെ വെർഷനാണിത്. അതായത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ സംഭവം നിങ്ങൾക്ക് നേരെ നീട്ടും. പക്ഷെ അതല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതാണ് ഈ കാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉറങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളെ വൈകാരികമായിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് റിലീസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. സ്വന്തം ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെയുള്ള ഒരിത് അടുത്ത് തന്നെ വരുന്നു എന്നാണ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.